നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വിശ്വ ഹിന്ദു പരിഷത്ത് VHP വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത് നിരവധി റിട്ടയർഡ് ജഡ്ജിമാർ. സുപ്രീം കോടതിയിൽ നിന്നും വിവിധ ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച 30-ലേറെ ജഡ്ജിമാരാണ് രാജ്യ തലസ്ഥാനത്ത് VHP സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കാളികളായത്. യോഗത്തിൽ ക്ഷേത്രങ്ങൾ, വഖഫ് ഭേദഗതി ബിൽ എന്നീ വിഷയങ്ങൾക്കൊപ്പം മതപരിവർത്തനവും ചർച്ചയായി. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും യോഗത്തിൽ പങ്കെടുത്തു. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും വിരമിച്ച ജഡ്ജിമാരെ ഞങ്ങൾ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. വഖഫ് ഭേദഗതി ബിൽ, ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കൽ, സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾ വിശ്വാസി സമൂഹത്തിന് കൈമാറൽ, മതപരിവർത്തനം തുടങ്ങിയ സമൂഹത്തിലെ സുപ്രധാന പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. ജഡ്ജിമാരും VHPയും തമ്മിൽ സ്വതന്ത്രമായ ആശയവിനിമയം നടത്തുകയും അതുവഴി പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യുക എന്നതായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. VHP പ്രസിഡന്റ് അലോക് കുമാർ പറഞ്ഞു. ആശയങ്ങൾ കൈമാറാനുള്ള വേദിയാണിതെന്ന് VHP വക്താവ് വിനോദ് ബൻസാൽ പറഞ്ഞു. ദേശീയതയും ഹിന്ദുത്വത്തെയും കുറിച്ച് ചർച്ചകൾ നടന്നു. ഹിന്ദുക്കളെ ബാധിക്കുന്ന നിയമങ്ങൾ, ക്ഷേത്രങ്ങളുടെ വിമോചനം, മതപരിവർത്തനം, പശുക്കളെ കൊല്ലൽ, വഖഫ് ബോർഡ് എന്നിവ ചർച്ച ചെയ്തു. അദ്ദേഹം പറഞ്ഞു. യോഗത്തിന് പിന്നാലെ ഇതിന്റെ ചിത്രങ്ങൾ കേന്ദ്രമന്ത്രി മേഘ്വാൾ എക്സിൽ പങ്കുവച്ചിരുന്നു. മുതിർന്ന VHP നേതാക്കളും നിരവധി മുൻ ജഡ്ജിമാർക്കൊപ്പം യോഗം ചേരുന്ന ചിത്രങ്ങളാണ് പോസ്റ്റിലുണ്ടായിരുന്നത്. ഇന്ത്യയെ വികസിത രാജ്യമാക്കാൻ ലക്ഷ്യമിടുന്ന ജുഡീഷ്യൽ പരിഷ്കാരങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നതായും റിട്ടയർഡ് ജഡ്ജിമാർ, നിയമജ്ഞർ, മുതിർന്ന അഭിഭാഷകർ, ബുദ്ധിജീവികൾ എന്നിവർ പങ്കെടുത്തതായും മേഘ്വാൾ കൂട്ടിച്ചേർത്തു. ജഡ്ജിമാരുടെ പങ്ക് വിരമിക്കലിന് ശേഷം അവസാനിക്കുന്നില്ലെന്നും അവർ രാഷ്ട്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ട് സംഭാവന നൽകണമെന്നും ഒരു മുതിർന്ന VHP നേതാവ് പ്രതികരിച്ചു. നിരവധി പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ നിലവിൽ കോടതിയിൽ കെട്ടിക്കിടക്കുന്നതിനാൽ ഈ വികസനം പ്രാധാന്യമർഹിക്കുന്നു. വാരണാസിയിലെ കാശി വിശ്വനാഥ്, ജ്ഞാൻവാപി മസ്ജിദ് സമുച്ചയം, മധുരയിലെ കൃഷ്ണ ജന്മഭൂമി ഷാഹി മസ്ജിദ് ഈദ്ഗാഹ് എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇതാദ്യമായാണ് ഞങ്ങൾ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതൊരു പതിവ് കാര്യമാക്കാൻ ഞങ്ങൾ പദ്ധതിയിടുന്നു. ഇത്തരം ആശയവിനിമയം നിയമ സാഹോദര്യത്തെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ സഹായിക്കും. കൂടാതെ ഞങ്ങളുടെ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചില നിയമപരമായ ധാരണകൾ ഞങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യും. എല്ലാത്തിനുമുപരി ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള നിയമപരമായ വഴികൾ ഞങ്ങൾ നോക്കുകയാണ്, ഒരു മുതിർന്ന VHP നേതാവ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.